ഹലോ, ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പീക്കിരി പട്ടാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാറുവിനെ ഞാൻ അടുക്കളയിലിരുത്തി സെറ്റ് ചെയ്തു, മോനെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടോ. പാറു പണ്ട് എപ്പോഴും എൻ്റെ കൂടെയായിരുന്നു കേട്ടോ. ഞാൻ അലക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടുവന്നിരുത്തും, കിച്ചണെങ്കിൽ അവിടെ. ഫുൾ ടൈം അവൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഞാനൊന്ന് ഫ്രീ ആയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നുള്ളൂ. അങ്ങനെയും നമ്മൾ പാറു 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 എന്ന് വിചാരിച്ച് വെച്ച് നിന്ന സ്ഥലത്തു നിന്നാണ് പെട്ടെന്ന് എല്ലാം ട്വിസ്റ്റായതും വേറെ 2 പുതിയ അതിഥികൾ വന്നതോടുകൂടി പാറുവിൻ്റെ കാര്യങ്ങളിൽ കുറച്ചൊന്ന് ബാക്കോട്ടാവുകയും ചെയ്തത് കേട്ടോ. പിന്നെ ഇപ്പം 3 ആളുള്ളത് കൊണ്ട് തന്നെ 3 ആളെയും നോക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ആർക്കെങ്കിലും ഒരസുഖം വന്നാൽ 3 പേർക്കും ചടപടേന്ന് പറഞ്ഞ് പടരും, 3 പേർക്കും ഒരുപോലെ ശീലക്കേടാവും. അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയേ വേണ്ട. ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് പൗമീനെ നമ്മൾ പതുക്കെ എക്സ്പോർട്ട് ചെയ്തു. എങ്ങോട്ടേക്ക്? ആ കാരപ്പറമ്പിലേക്ക് അവളുടെ അമ്മമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ അവളില്ല, ഇവർ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ പാറുവിനെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. 3 പേർക്കും പനി, കഫക്കെട്ട്, ചുമ, തുമ്മൽ വേണ്ട എല്ലാവിധ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. വിഷ്ണുവിനാണ് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ അങ്ങോട്ട് പരന്നു, എല്ലാവർക്കും ആയി. അപ്പോൾ എല്ലാവർക്കും മാറിക്കഴിഞ്ഞിട്ടും പാറുവിനാണ് മാറാൻ ബുദ്ധിമുട്ട്. പാറുവിന് ഇങ്ങനെ തുപ്പാനൊന്നും അറിയില്ലല്ലോ. തല നേരെ വെച്ചിരിക്കില്ല കേട്ടോ. അവൾ എന്തെങ്കിലും കണ്ടാൽ മാത്രമേ ഇവൾ നേരെ വെച്ചിരിക്കുകയുള്ളൂ. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ 10 തവണയെങ്കിലും പാറുവിൻ്റെ തല ഞാൻ നേരെയാക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പാറുവിനോട് ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അരിയുന്ന സാധനം എന്താണെന്നും എന്താ വെക്കാൻ പോകുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അങ്ങനെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. സമയത്തും അവളെ കുളിപ്പിക്കുന്ന സമയത്തും അവൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തും ഒക്കെ ഈ എന്താണ് ചെയ്യുന്ന കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവളോട് സംസാരിച്ചുകൊണ്ടേ. വിഷ്ണുവിൻ്റേതായിട്ടുള്ള കളികളിൽ മുഴുകി ഇരിക്കുകയാണ് കേട്ടോ. അതൊക്കെ നോക്കുന്നുണ്ട് ഇടയ്ക്ക് പാറു ഇടം കണ്ണ് വെച്ചിട്ട്. അപ്പോൾ അവരെ കളികളൊക്കെ അങ്ങനെ നടക്കട്ടെ, എൻ്റെ പണികളും ഞാൻ വേഗം തീർക്കട്ടെ.